സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും നാട്ടിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്കാര്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായിലേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും അനവധിൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായിലേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിലേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ. സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ പരിപാവന
സകലതിനെയും നാഥാനേക്കും. ഈ നിങ്ങൾ എഴുതി കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുക. സ്ത്രീകൾ തമ്മിലാതിരിക്കാൻ പുരുഷൻ നല്ലത്. എന്നാൽ വ്യഭിചാരം പ്രലോഭനമുണ്ടാകുന്നത് കൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോട് ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയുടെ ശരീരത്തിലെ അവൾ നല്ല അധികാരം ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന ഉപകാരത്തല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചേരുകയും വേണം. എല്ലാപക്ഷം നിങ്ങളുടെ സംവേദനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇത് ഒരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത്, കൽപ്പനയായിട്ടല്ല. എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഓരോരുത്തർക്കും പ്രത്യേകം കാരണങ്ങളാൽ അനുഭവിച്ചിരിക്കുന്നത്. പരിശുദ്ധ സുവിശേഷം 19 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവം നൽകിയിരിക്കുന്ന ബന്ധങ്ങളുടെയും ദാനങ്ങളുടെയും ശ്രേഷ്ഠത തിരിച്ചറിയുക. ഫരീസിയർ അടുത്ത് യേശുവിനെ പരീക്ഷയോട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടോ എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മയൊന്ന് പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാരുണ്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസ്പരം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണ് എങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതല്ലേ ഭേദം? അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാർക്കും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്നാൽ ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യ ഷണ്ഡനാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡനാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ.
വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സ്ത്രീഹന്മാരെ പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന് പണിയപ്പെട്ടിരുന്ന സഭയിൽ യഥാർത്ഥ വേഷത്തിലാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവങ്ങളുടെ അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വന്തം സൗഭാഗ്യവാന്മാരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിശുദ്ധായ സഭയുടെ നേതാവായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ വികാരപരമായ ഞാൻ മനുരാമന്മാരെ മാറ്റി നമ്മൾ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും എന്റെ ശാന്തി സമാധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങനെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തന്റെ വാസം മുതൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കാണാൻ കഴിയുകയേ. അങ്ങയുടെ ആദ്യമായ തിരുവൃത്തി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന വിശുദ്ധ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദീർഘവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരന്മാർ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്തിനാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേറ്റും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഹൃദയവികാര
പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളായ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നാഥാവിൻ കീർത്തനഗീതിക നിറയുന്നു വിണ്ണും ഭൂതലവും. ഉന്നതവീഥിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. ഉന്നതവീഥിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിടാം. ഹോശാന, 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 ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവിന്റെ ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ മാതാപിതാക്കൾക്കും
പിതൃപിതാദികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവും എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസനുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവനായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങനെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. വിശുദ്ധിയായ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവനായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവർക്ക് വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. Amen.
സക്രാരിയായ ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ. സക്രാരിയായ ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ. സ്വർഗീയ രാജകുമാരാ വരണേ, നീ വരണേ, എന്നാത്മാവിൽ രാജനായി വാഴാം. ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വരൂ. ഞാനാണു ജീവന്റെ അപ്പമെന്നോതി കുർബാനയായി തീർന്ന നാഥ. ഞാനാണു ജീവന്റെ അപ്പമെന്നോതി കുർബാനയായി തീർന്ന നാഥ. ജീവൻ തരാം, നിത്യജീവൻ തരാം, കൂദാശയായി ചേർന്ന നാഥ. വരണേ, നീ വരണേ, എന്നാത്മാവിൽ രാജനായി വാഴാം. ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വരൂ. പരിശുദ്ധമായ കൃപാവൃതവും പരിശുദ്ധവും ജീവനായും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, സുസ്ഥിരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി ഞങ്ങൾ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുസ്ഥിരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും ദൈവികമാമി തിരുബലിയാൽ നാഥനെ വാഴ്ത്തി വണങ്ങി നാം ദിവ്യരഹസ്യം മാനവരിൽ ജീവൻ നിത്യം പകരട്ടെ. ദൈവിക രാജ്യമഹത്വത്തിൽ നിത്യാനന്ദം നൽകിടുവാൻ വാനവരുത്തോലം ഭാഗം ദൈവം കനിവാർന്നരുളട്ടെ. തിരുസഭതൻ പ്രിയ തനയരിലും നമ്മിൽ ലോകം മുഴുവനിലും വരവും കൃപയും ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേ